നിലവിളക്ക് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീൻ അവറുകളോട് ചാനലുകാരെല്ലാവരും വട്ടം കൂടി നിന്ന് നിങ്ങൾ നിലവിളക്ക് കത്തിക്കുമോ ഇല്ലയോ, ഇതാണ് ചോദ്യം. പുള്ളി നിലവിളക്ക് അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം, അതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച വിഷയമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിട്ടും പുള്ളിയെ കൊണ്ട് മറുപടി പറയിച്ചേ അടങ്ങും. പ്രത്യേകിച്ച് നിലവിളക്ക് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടോ നിലവിളക്കുകൾ ഹൈക്കോടതിയിൽ എന്നെ കത്തിക്കുന്നില്ലെന്നും പറഞ്ഞൊരു കേസോ സുപ്രീം കോടതിയിലോ വല്ലോ ഉള്ളതിൻ്റെ പേരിലല്ല. ഇവിടെ അത് പറഞ്ഞാൽ കത്തിക്കാൻ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ടാണ് ആ കത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ കത്താൻ കാര്യം നമ്മുടെ ഫാത്തിമ തഹ്ലിയ MLA പേരാമ്പ്രയിൽ ഒരു നിലവിളക്ക് കത്തിച്ചപ്പോഴത്തേക്കും ആകെ കത്തി, സമസ്ത കത്തി, പിന്നെ സമസ്തയുടെ മഷൂറ കത്തി, പിന്നെ അവിടെ എല്ലാം കത്തി. ഒടുവിൽ കത്തി 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 കുത്തുപോലെ കത്തി. എന്നാൽ ഞാൻ നേരത്തെ മുതലൊരു പോയിൻ്റ് പറയുന്നുണ്ട്. ആ പോയിൻ്റ് അതിൽ പ്രസക്തമാണ്. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. അതായത് നമ്മൾ വിശ്വാസത്തോടെ റമളാൻ മാസത്തിൽ രാത്രി ഇടയത്താഴമൊക്കെ കഴിച്ച് നിയ്യത്ത് ചെയ്ത് നോമ്പെടുക്കുന്നു. എന്നാൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നു, നേരം വെളുത്തു, അദ്ദേഹവും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. നമ്മളാരും അദ്ദേഹത്തെയും നമ്മളെയും കൊണ്ട് നിർത്തി ഒരു ചർച്ച നടത്തുമ്പോൾ നമുക്ക് നോമ്പിൻ്റെ കൂലി കിട്ടുമെന്നും അദ്ദേഹത്തിന് കൂലി കിട്ടത്തില്ലെന്നും വാദിക്കുന്നവർ കുറേ പേര് കാണും. കുറച്ച് മിതഭാഷികളായ ആളുകൾ പറയും ചിലപ്പോൾ കിട്ടുമായിരിക്കും, അതൊക്കെ അള്ളാഹ് തീരുമാനിക്കുന്നതാണെന്ന് പറയും. എന്തായാലും കിട്ടുമെന്ന് ആരും ഉറപ്പായിട്ട് പറയത്തില്ല. 27 രാവിൻ്റെ അന്ന് പത്രം നോക്കുമ്പോൾ സയ്യിദ് മുഹമ്മദ് കുഞ്ഞ് മൗലവി മരണപ്പെട്ടു. അൽഹംദുലില്ലാ, 27 രാവുമായി അവൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ എല്ലാവരും മനസ്സിൽ കരുതും. പള്ളിയിൽ മയ്യത്തടക്കുമ്പോൾ അത് പറയും, വെള്ളിയാഴ്ച രാവുമായി 27 രാവുമായി പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ പോകുന്നു. അന്ന് തന്നെ ഒരു തങ്കപ്പൻ മരണപ്പെട്ടിട്ടുണ്ടാവും. തങ്കപ്പൻ 27 രാവുമായി സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നും അല്ലെങ്കിൽ അവിടെ മലക്കുകൾ അദ്ദേഹത്തെ മാടി വിളിക്കുന്നുവെന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ പറയാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ വിശ്വാസം ഈ പറഞ്ഞ സംഗതികൾ വിശ്വാസത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും കെലിമയിലും ഒക്കെ വിശ്വസിച്ചെങ്കിലേ സ്വർഗപ്രവേശനം സാധ്യമാവും. മറ്റേ ആൾക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ കിട്ടിയേക്കാം എന്നൊരു ശങ്ക ബലഹീനതയുള്ളവർ പറഞ്ഞേക്കും. അപ്പോഴും ബലമുള്ളവർ പറയും കിട്ടത്തില്ല. ഇതിനെല്ലാം കാരണം എന്താ? നിയ്യത്താണ്. അപ്പോൾ ഈ നിയ്യത്തിൻ്റെ വിഷയത്തിൽ വ്യത്യാസത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പൊതുവിടങ്ങളിൽ ചെയ്താൽ, നിങ്ങൾ അമ്പലത്തിൽ കയറി വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്ക് കത്തിക്കുന്നതും ഒരു പൊതുചടങ്ങിൽ ചെല്ലുമ്പോൾ ഒരു പാരമ്പര്യത്തിൻ്റെ സംഗതിയായി. ഞാനിത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇസ്ലാം ഗോത്ര സംസ്കാരങ്ങളോടും അവിടുത്തെ ആചാരങ്ങളോടും എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനൊന്ന് വായിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറയാം. പ്രവാചകൻ്റെ കാലഘട്ടത്തിലും ആ കാലഘട്ടങ്ങളിലൊക്കെയുള്ള ഗോത്രാചാരങ്ങളോടൊക്കെ പ്രവാചകൻ പ്രതികരിച്ച രീതിയൊക്കെ ഉണ്ടാകും. ഞാൻ എന്തായാലും ഒന്ന് വായിക്കട്ടെ. അപ്പോൾ ഇതാണ് അതിലെ മർമ്മപ്രധാനമായ കാര്യം. നെയ്യത്തുണ്ടെങ്കിലേ കൂലി കിട്ടുള്ളെങ്കിൽ നെയ്യത്തില്ലാത്തതിന് ശിക്ഷയും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഏതായാലും ഇതിലിപ്പോൾ തഹ്ലിയ കത്തിച്ചപ്പോഴാണ് വലിയ വിഷയമായത്. എനിക്കൊരു കാർഡ് അയച്ചു തന്നിട്ട് പറഞ്ഞേക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരനല്ല, വിസ്ഡം മുജാഹിദുകാരനാണ്. ദേ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി വിളക്ക് കത്തിക്കുന്നത് കണ്ടോ? അയാൾ മർക്കസിൽ പഠിച്ചതാണ്, സുന്നിക്കാരനാണ്. എന്നിട്ട് സമസ്തയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചാണ് ആ ചിത്രം അയച്ചു തന്നിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ മാവേലിയൊക്കെ പറഞ്ഞ മുള്ളൂക്കരയാണ് അദ്ദേഹം. ഈ പറഞ്ഞതുപോലെ വിളക്ക് കത്തിക്കുന്നൊരു സംഗതി കണ്ടു. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് വേറൊരാൾ ഒരു ചിത്രം അയച്ചു തന്നത്. അതായത് മുസ്ലിം ലോകത്ത് ഒരു സമുദായ സംഘടനയും വിചാരണയും വിലക്കും ഒന്നും കൂടാതെ ആരും കണ്ട ഭാവം നടിക്കാതെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് സ്വതന്ത്രമായി ചെയ്യാൻ എല്ലാ സമുദായങ്ങളും അനുവാദം കൊടുത്ത ഒരാളേ ഉള്ളൂ ഈ സമുദായത്തിൽ. അയാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. എൻ്റെ കൽബിൻ്റെ കഷ്ണമാണ്. അത് യൂസുഫ് അലിക്കാണ്. യൂസുഫ് അലിക്ക നിലവിളക്കല്ല, പല വിളക്ക് കത്തിച്ചാലും, ഞാൻ നിലവിളക്ക് കത്തിക്കുന്നതിനെതിരല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാനും കത്തിക്കുന്ന ആളാണ്. പല വിളക്ക് കത്തിച്ചാലും ഒരു സമുദായ സംഘടനയുടെയും ഫത്വ വരുത്തില്ല. അതിലെ പ്രധാനപ്പെട്ടവരാരും ആ ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കത്തുമില്ല. പരസ്യമായി അദ്ദേഹത്തിനോട് ആർക്കും പറയാനൊരു ധൈര്യവുമില്ല.
വേണമെങ്കിൽ നമ്മുടെ റഫീഖ് സലഫിയൊക്കെ പറയുന്ന പോലെ രഹസ്യമായ ഒരാളിൻ്റെ അടുത്ത് ചെവിയിൽ പറഞ്ഞു വിടും. എന്നാൽ ആ അവകാശം ആർക്കില്ല? ഫാത്തിമ തഹ്ലിയയ്ക്കില്ല. നമ്മൾ സംഗതി നോക്കുമ്പോൾ ഫാത്തിമ തഹ്ലിയ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെടുപ്പിലൂടെ ജയിച്ചു വന്ന ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഇരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. പക്ഷേ അവർക്ക് അവകാശമില്ല. അവർ വിളക്ക് എത്തിച്ചാൽ എല്ലാവരും വിചാരണ ചെയ്യും, ഫത്വകൾ പറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് കഥ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇനി ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ഹുസൈൻ മൗലവി ബദരി എന്ന് പറയുന്നൊരു ഉസ്താദുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദ്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. അത് നല്ല ഭംഗിയും രസമുണ്ട് കേൾക്കാൻ. നിങ്ങൾക്കും കേൾക്കാം. കാണുന്നവരുടെ നെയ്യത്ത് പരിഗണിക്കാത്തത് കൊണ്ടല്ലേ, പരിഗണിക്കാതെ നമ്മളുടെ നെയ്യത്ത് മാത്രം പരിഗണിച്ചല്ലേ നമ്മളെ ഹിജ്രി കലണ്ടറുകാര് മറ്റ് നെയ്യത്തുകാര് പെരുന്നാൾ ആഘോഷിക്കാത്ത ദിവസം പെരുന്നാൾ നിസ്കരിക്കണത്, നോമ്പ് പിടിക്കണത്. നമ്മളെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷത്തിന്റെ നെയ്യത്തും അവരുടെ ബോധ്യവും അവലംബമാക്കിയായിരുന്നു നിലപാടെടുക്കുന്നതെങ്കിൽ ഹിജ്രി കലണ്ടറുകാർക്ക് അവരുടെ ശവ്വാല് ഒന്നിന്റെ അന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂലല്ലോ, ഈദ്ഗാഹ് നടത്താൻ പറ്റൂലല്ലോ. അപ്പൊ ബാക്കിയുള്ളവരുടെ നെയ്യത്തല്ല ഒരു കാര്യം ചെയ്യുന്ന ആള് പരിഗണിക്കേണ്ടത്. അയാളുടെ നെയ്യത്ത്, അയാളുടെ ബോധ്യം, അയാളുടെ ഇൽമ്, അയാളുടെ ഫഹ്മ്, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഈദ്ഗാഹൊക്കെ നിർത്തി വെക്കേണ്ടി വരൂലേ, നമ്മുടെ ഹിജ്റ കലണ്ടർ നമ്മൾ നിർത്തി വെക്കേണ്ടി വരൂലേ? കാരണം ആ നെയ്യത്തിലേക്ക് ഈ സമുദായത്തിലെ ഭൂരിപക്ഷം ജാഹിലീങ്ങളും എത്തണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ആരും ഇത് പറഞ്ഞാലും കരിയമ ഇത് പറയരുത് കേട്ടോ, അത് ശരിയല്ല, ശരിയാണ് ഒന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞോന്നുള്ളൂ കേട്ടോ. പിന്നെ ചരിത്രം പരിശോധിച്ചാലും വിളക്ക് കത്തിച്ചത്, എല്ലാ രംഗത്തും വിളക്ക് കത്തിച്ചത്, അത് സാക്ഷാൽ ഹഖീഖിയായ വിളക്കാണെങ്കിലും അറിവിന്റെ വിളക്കാണെങ്കിലും നവോത്ഥാനത്തിന്റെ വിളക്കാണെങ്കിലും സാമൂഹിക പരിഷ്കരണത്തിന്റെ വിളക്കാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വിളക്കാണെങ്കിലും ആതുരാലയ നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ വിളക്കാണെങ്കിലും ആ വിളക്കെല്ലാം ലോകത്തിന്റെ മുമ്പിൽ കത്തിച്ചു പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നത് നമ്മൾ മുസ്ലിങ്ങളാണ്. പിന്നെ ചരിത്രത്തിന്റെ ഇരുണ്ട ഒരു ദശാസന്ധിയിൽ നമ്മൾ പുറകോട്ട് പോയെന്നുള്ളത് ശരിയാണ്. ഇപ്പൊ അതല്ല, നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. അതുകൊണ്ട് വിളക്കൊക്കെ നമ്മുടെ വകയാണ്. എല്ലാ വിളക്കും ഞങ്ങളാ കത്തിക്കണം, നിങ്ങളവിടെ നിൽക്കും, ഞങ്ങളും മണി ഒന്ന് കത്തിക്കട്ടെ, മനസ്സിലാല്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിളക്ക് നമ്മുടെയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിളക്കിന്റെ അടുത്തേക്ക് ഉമ്മാരെ അടുപ്പിക്കാണ്ടാവും, മനസ്സിലായല്ലേ? ഇപ്പൊ ബംഗാളില് പശുവിനെ ഇറക്കാണ്ട് വന്നപ്പോ, പശു വളർത്തുകാരുടെ കച്ചവടം നടക്കാണ്ട് വന്നപ്പോ നമ്മളെ തന്നെ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പശുവിനെ നിരോധിക്കുക, പശു ഇറക്കലിനെ നിരോധിക്കണം, ഗോവധം നിരോധിക്കണം, പശുവിനെ ദേശീയ മൃഗം ആക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ മറ്റേ ആദിത്യനാഥും പറഞ്ഞല്ലോ, അല്ല അങ്ങനെ നിരോധിക്കാനൊന്നും പറ്റൂല, അങ്ങനെ പ്രഖ്യാപിക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ പോലെ നമ്മളെ വിളക്ക് കാണുമ്പോഴത്തേക്കും ബഹളി പിടിക്കുക. പിന്നെ എന്നാ കാണിക്കണേ? അങ്ങനെ ബഹളി പിടിക്കാൻ വരട്ടമുള്ള വിളക്ക്, നല്ല തരം വിളക്കുകൾ നമ്മളങ്ങ് നിർമ്മിക്കാം. ഈ ചേലക്കുളം, കാവുങ്ങപ്പറമ്പ്, പട്ടിവറ്റം, കുമ്മനോട് ഭാഗങ്ങളിലൊക്കെ നല്ല വിളക്ക് ഫാക്ടറികൾ വരട്ടെ. എന്നിട്ട് ആൾക്കാരത് മേടിച്ചിട്ട് പറാടന്മാരും പറക്കുന്നന്മാരും എല്ലാവരും മേടിച്ചങ്ങ് കത്തിക്കട്ടെ, അങ്ങോട്ട് കത്തിക്കലോ കത്തിക്കലോ. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ വന്നിട്ട് പറയും, കാക്കാമാര് വിളക്ക് കത്തിക്കണായിരുന്നു, ഞങ്ങക്ക് വിളക്ക് കത്തിക്കാനൊക്കണില്ല, ഇത് പറ്റൂല, വിളക്ക് രംഗം കാക്കാമാര് സ്വന്താക്കിയത് ശരിയാവൂല, കാക്കാമാരുടെ ആധിപത്യത്തിൽ നിന്ന് വിളക്കുകളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവര് വരും. അപ്പൊ നമുക്ക് നോക്കാം. അത് അങ്ങനെയല്ല. എന്താന്ന് വെച്ചാൽ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാര് അവരെ നമ്മള് ചെറുതായി കാണരുത്. അവര് അത് അവരുടെ ഈമാനിന്റെ ദൃഢതയുടെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്കാണ് അത് പറയണത്. അപ്പോൾ അതിന് മറുവാദം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുകയോ ഒക്കെ ചെയ്യണ ആൾക്കാര് നിലവിളക്ക് കൊളുത്തുന്നതിനെ എതിർക്കുന്ന ആൾക്കാരെ കൊച്ചാക്കിക്കൊണ്ട് അവരെ പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. വാടാനപ്പള്ളി ഇസ്ലാമിയ കോളേജിലെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരിക്കുമ്പോൾ തന്നെ ഫോട്ടോ അച്ചടിച്ച പ്രബോധനം പള്ളിയിൽ കയറ്റാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ആരെങ്കിലും തീപ്പെട്ടി കൈപ്പിടിച്ചുകൊണ്ട് പള്ളിയിൽ കയറിയാൽ മൂപ്പര് ആ തീപ്പെട്ടി വാങ്ങിച്ചിട്ട് ആ തീപ്പെട്ടിയുടെ പുറത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ചിത്രം ഉണ്ടാവല്ലോ, ഒരു കൊച്ചിന്റെ ചിത്രമോ അല്ലെങ്കിൽ ജീവനുള്ള എന്തെങ്കിലും ഒന്നിന്റെ കരടിയുടെയോ സിംഹത്തിന്റെയോ കുറുക്കന്റെയോ മനുഷ്യന്റെ എന്തെങ്കിലും ചിത്രമുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ മൂപ്പര് അത് കീർക്കളയും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആ വിഷയത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സംഘടനക്കാർ തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാനോ ഒന്നും തയ്യാറല്ല. അദ്ദേഹം ഒരു സ്വകാര്യ ഏജൻസിയെ കൊണ്ടോ സ്വന്തം നിലയ്ക്കും കണ്ടാണ് ഒരു പ്രാവശ്യം അത് പ്രസിദ്ധീകരിപ്പിച്ചത്. അപ്പൊ ആരോ ചെന്നിട്ട് ഒരു ഈ മാച്ച് ബോക്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, ഈ തീപ്പെട്ടി കമ്പനി നടത്തുന്ന ആൾക്കാരുടെ തീപ്പെട്ടി നിർമ്മാണ
യൂണിറ്റുകളുടെ അസോസിയേഷനായിട്ട് നേതാവായിട്ടുള്ള ഒരു ഹാജിയാരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ആ ഉസ്താദ് ഈ തീപ്പെട്ടിയുടെ പുറത്തുള്ള ഫോട്ടോ കാരണം തീപ്പെട്ടി കൈ പിടിച്ചോണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പുകവലി നിരോധിച്ചിട്ടൊന്നുമില്ല. അന്നെന്ന് പറഞ്ഞാല് പള്ളിയുടെ ഉമ്മറത്തിരുന്ന് ഉസ്താദന്മാരും മുഅല്ലിമീങ്ങളും മുക്രിമാരും ഹാജിയാക്കന്മാരും മുത്തവല്ലിമാരും ഒക്കെ ബീഡി വലിക്കുന്ന കാലമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇഖാമത്ത് വിളിച്ചാൽ ആ തീപ്പെട്ടി പോക്കറ്റിട്ടുകൊണ്ട് തന്നെ അവർ പള്ളി കയറി ഒന്നുകൊടുത്ത് നിസ്കരിക്കും, അത്രേ ഉള്ളൂ. അപ്പോ ഈ ഉസ്താദ് പറയണതനുസരിച്ച് ജീവനുള്ള വസ്തുക്കളുടെ പടം ഒട്ടിച്ച തീപ്പെട്ടി പള്ളി കയറ്റാൻ പാടില്ല. ബീഡി വലിക്കാൻ മാത്രമല്ല, ഈ പള്ളിയില് കറണ്ട് ഇല്ലാത്ത പള്ളികളിൽ വിളക്ക് കത്തിക്കണമെങ്കിലും തീപ്പെട്ടി വേണ്ട പിള്ളേ. അപ്പൊ ഇങ്ങനത്തെ തീപ്പെട്ടിക്കെതിരായിട്ടുള്ള ഈ ഉസ്താദിന്റെ നിലപാട് ഈ മാച്ച് ബോക്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ നേതാവായിട്ടുള്ള കുഞ്ഞാറു സാഹിബിന്റെ അടുത്ത് ആരാണ്ട് എത്തിച്ചു. അപ്പൊ കുഞ്ഞാറു സാഹിബ് വളരെ പക്വതയായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ ഉസ്താദ് അത് പറയുന്നത് ഈമാനിക പ്രചോദിതമായിട്ടാണ്. കാര്യം ഞങ്ങളുടെ തീപ്പെട്ടി വ്യവസായത്തെ ഒരുപക്ഷെ പ്രതികൂലമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഈമാൻ, അദ്ദേഹത്തിന്റെ ആ ഇഖ്ലാസ്, അദ്ദേഹത്തിന്റെ ആ നിലപാട് ബാധിച്ചേക്കാം. പക്ഷെ അദ്ദേഹം അത് പറയുന്നതിന്റെ പിന്നിലുള്ള സതുദ്ദേശ്യത്തെ മാനിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ. ഞങ്ങള് ഇങ്ങനെ തീപ്പെട്ടിയുടെ പുറത്ത് പടം ഒട്ടിക്കലും തീപ്പെട്ടി വ്യവസായത്തെ പൊലിപ്പിക്കലും അത് വികസിപ്പിക്കലും അത് നടത്തും. പക്ഷെ ആ ഉസ്താദിനോട്, ഉസ്താദിനോട് ഞങ്ങൾക്ക് ബഹുമാനം തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ആയിരിക്കണം. എന്തെങ്കിലും നമ്മൾ ഒരു ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഈമാനിനെയും ഇഖ്ലാസിനെയും അവരുടെ പ്രതിബദ്ധതയെയും നിരാകരിച്ചുകൊണ്ടോ ചോദ്യം ചെയ്തുകൊണ്ടോ ആകാൻ പാടില്ല നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അത് മാത്രമല്ല, വല്ലപ്പോഴും നിലവിളക്ക് കൊളുത്തുന്ന ആൾക്കാരുടെ കൊളുത്തല് ഒരു വാർത്താ പ്രാധാന്യം നേടണമെങ്കിൽ അത് എതിർക്കണ കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് വേണം, മനസ്സിലായില്ല. അതുപോലെ ഇതിനെ എതിർക്കുന്ന ആൾക്കാരുടെ എതിർപ്പിനൊരു വാർത്താ മൂല്യം ഉണ്ടാവണമെങ്കിൽ കൊളത്തിന് ആൾക്കാർ ഇപ്പുറം വേണം. അപ്പൊ കൊളത്തന്മാരും എതിർപ്പന്മാരും ശക്തമായി തന്നെ രണ്ട് ചേരികളായിട്ട്, അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു പുഷ്കലമായ ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. സന്തുലിതമായ രണ്ട് ചേരികൾ വേണം, മനസ്സിലായത്. നമ്മളിപ്പോ ഈ ആഗോള ശാക്തിക സന്തുലനം തന്നെ തെറ്റാൻ കാരണം എന്താ? സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി, ഏകധ്രുവ ലോകം നിലവിൽ വന്നു, അമേരിക്കയ്ക്ക് ചോദ്യം ചെയ്യാനാവാത്ത നേതൃത്വം. അപ്പൊ അങ്ങനെ പറയരുത്, മനസ്സിലാണല്ലേ. ഇപ്പൊ വേണമെങ്കിൽ നിലവിളക്കിന് അനുകൂലിക്കുന്ന ആളുകൾ നെല്ലിക്കുഴിയിലോ പള്ളാരിമംഗലത്തോ അല്ലെങ്കിൽ കുമ്മനോട്ടോ ഒക്കെ നിലവിളക്കിന്റെ കമ്പനികൾ തുടങ്ങട്ടേന്നേ. കുറെ കാക്കാമാരങ്ങനെ അങ്ങനെ ഞങ്ങൾ നിലവിളക്ക് കൊളുത്താൻ മാത്രമല്ല ഞങ്ങൾ നിർമ്മിക്കും എന്നുള്ള നിലയ്ക്ക് തുടങ്ങട്ടെ. അപ്പൊ കുറെ ആൾക്കാർ അതിനെ എതിർക്കാനും, അപ്പൊ അതായത് ഷിർക്കിന്റെ സാധനങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണ ശ്രീയാണോ, അപ്പൊ അതിന് വാർത്താ മൂല്യം കിട്ടി. അപ്പൊ കുറെ ആൾക്കാർ ഈ ഷിർക്കിന്റെ വിളക്കെ പിന്നെ മേടിക്കുള്ളൂ, കാക്കാമാരുണ്ടാക്കണേ, അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഒരു കൊല്ലം ഭീമാപ്പള്ളിയിലെ ചന്ദനക്കുടത്തെ, കടുവാപ്പള്ളിയിലെ ചന്ദനക്കുടത്തെ എതിർത്താൽ അത് ശരിക്കും മൂക്കും. ഇപ്പൊ ഈ മുളവൂര് ചന്ദനക്കുടമൊക്കെ ഇങ്ങനെ മെലിഞ്ഞു പോകാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ മുജാഹിദുകളുടെ ഒക്കെ ഒടുക്കത്തെ ആവാനായിട്ട് മുളവൂര് ചന്ദനക്കുടത്തെ ഒന്നും അവർ എതിർക്കണില്ല. കല്ലിരിക്കണ്ടം ചന്ദനക്കുടമൊക്കെ, ചോലക്കര ചന്ദനക്കുടമൊക്കെ എൻ്റെ പൊന്നുള്ള നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അതൊക്കെ നമ്മുടെ വസന്തമായിരുന്നു, മനസ്സിന്റെ നമ്മുടെ വൈകാരികമായൊരു വസന്തമായിരുന്നു. പക്ഷെ ഈ ഹമുക്ക് മുജാഹിദീങ്ങൾ 12 ഗ്രൂപ്പായിട്ട് പിളർന്നിട്ടും ഈ പണ്ടാരടങ്ങാനായിട്ട് ഒരൊറ്റ എണ്ണം അവിടെ വന്ന് എതിർക്കല്ല. അങ്ങനെ ആ ചന്ദ്രക്കുടം മെലിഞ്ഞ് ഇടയ്ക്ക് പറമ്പി ഉസ്താദ് മർഹൂം അദ്ദേഹം ഒന്ന് ഉഷാറാക്കാൻ ശ്രമം നടത്തി അറിവും. പക്ഷെ നാട്ടുകാരെ തന്നെ മൂപ്പരോടുള്ള അസൂയ കൊണ്ട് അത് അതിൻ്റെ കൂടിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സമുദായം മൊത്തത്തിൽ സർവ്വതലത്തിലും സജീവമാവണമെന്നുള്ള സതുദ്ദേശം മാത്രമേ നോക്കുള്ളൂ. അല്ല, ഇങ്ങനെ ഒരു വമ്പിച്ച മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ കാക്കാമാര് ഇത് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ അവര് തന്നെ മറ്റവന്മാര് തന്നെ ചിലപ്പോൾ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പോക്ക് കണ്ടിട്ട് ഇപ്പൊ വിളക്കും കൊണ്ട് കാക്കന്മാര് പോകുന്ന തോന്നുന്നു. മനസ്സിലായല്ലേ? ആകപ്പാടെ എന്നെ കാണിക്കണേ ഈ കണക്കിന് പോയാൽ അത് വിളക്കിനെ പറ്റി ഞങ്ങളുടെ വേദങ്ങളിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാരമ്പര്യത്തിലെ പരാമർശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സാധനമായിട്ട് കാക്കാമാര് പോയി കഴിഞ്ഞാൽ കാക്കാമാരുടെ വകയായി പോലെ എന്നുള്ളൊരു പേടി ഇനിയിപ്പൊ അവരുടെ ഇടയിൽ വരുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ മാവേലിയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ വന്നുണ്ട്. ഈ മമ്മാലിയുടെ കഥയൊക്കെ ആയിട്ട് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്നു. ആ മുഹമ്മദ് അലി എന്നുള്ള പേര് പിന്നെ മമ്മാലി ആയതാണ്, അത് മാവേലി ആയതാണ്, ഓണം ഞങ്ങളുടെയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ പിന്നെ അവർക്ക് അമ്പരപ്പ് തുടങ്ങി. ആ അമ്പരപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ക്ലബ് ഹൗസിൽ വലിയൊരു ചർച്ചയുണ്ടായിരുന്നു. ഓണം കാക്കന്മാരുമായിട്ട് ബന്ധമില്ല, ഈ ഞങ്ങളുടെ സ്വന്തം ഓണത്തെ തട്ടിയെടുക്കാനുള്ള നിങ്ങളുടെ കുൽസിതമായ നീക്കമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ആയിരുന്നു ആ ചർച്ച. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥ വരുമെന്നുള്ളതാണ്. ഏതായാലും ഒരു ഒതുക്കത്തിൽ കത്തിച്ചാൽ മതി കേട്ടോ. കാരണം ഇത് ഞങ്ങളുടെ വകയാണെന്നുള്ളൊരു കോലത്തിലേക്ക് പോണ്ട. ഇതാണ്
അദ്ദേഹം പറഞ്ഞത്. ഇതിലതിൻ്റെ എല്ലാ ഭാഗവും ഉണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.